ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് ആദർ ഷാജി. ഞാൻ മൂവാറ്റുപുഴ ഹോളിമാത അക്കാഡമിയിൽ ഓഫ്ലൈൻ സ്റ്റുഡൻ്റായിട്ട് പഠിക്കുന്നതാണ്. ആം, ഈ കഴിഞ്ഞ PWD ഇറിഗേഷൻ സെക്കൻഡ് ഗ്രേഡ് എക്സാമിന് എനിക്ക് 7th റാങ്ക് ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു പഠന രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാനിവിടെ ഹോളിമാതയിൽ വന്നത് 2023 2023 ജനുവരി മുതൽ തന്നെ ഉണ്ടായിരുന്നതാണ്. അതായത് ഒരു 2.5 കൊല്ലം പഠിച്ചു കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ എക്സാംസിന് എനിക്ക് ഇത്ര നല്ല മാർക്കൊക്കെ വന്നു തുടങ്ങിയത്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ശരിക്കും പഠിച്ചത് അന്ന് ജൂലൈയിൽ PWD തേർഡ് ഗ്രേഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ തേർഡ് ഗ്രേഡിന് വേണ്ടിയിട്ടായിരുന്നു. അന്ന് ഞാൻ ഓവർസിയർ മാത്രമാണ് നോക്കിയുള്ളൂ. അന്ന് ഞാൻ A ലെവലൊന്നും പഠിച്ചില്ല. ആ തേർഡ് ഗ്രേഡിന് വേണ്ടി മാത്രമായിരുന്നു പഠിച്ചത്. അപ്പം അന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ എല്ലാ ക്ലാസ്സൊന്നും കണ്ടില്ല. എനിക്ക് തോന്നുന്നു ഞാൻ ജനുവരി പോയെങ്കിൽ ഞാൻ പഠിക്കാൻ തുടങ്ങിയത് ഒരു മാർച്ചിലൊക്കെയാണ്. അപ്പോൾ ഞാൻ തന്നെ ഇങ്ങനെ റാങ്ക് ഫയൽ അങ്ങ് എടുത്തു. റാങ്ക് ഫയൽ അങ്ങ് വായിച്ചു പോവുകയാണ് ചെയ്തത്. പിന്നെ ഞാൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഇലക്ട്രോൺ ചെയ്ത ബുക്കും വായിച്ചു. അപ്പോൾ ഞാൻ അത്യാവശ്യം പ്രിപ്പയർ ഒക്കെ ചെയ്തു. എന്നിട്ട് തന്നെ എനിക്ക് 611 റാങ്ക് ഉണ്ടായിരുന്നു. അതിന് 68 മാർക്കായിരുന്നു ഉള്ളത്. അപ്പോൾ വളരെ ചുരുങ്ങിയ ഒരു 3 മാസം പഠിച്ചിട്ടാണ് ഞാൻ അന്ന് ആ 611 റാങ്കിൽ എത്തിയത്. അപ്പോൾ എനിക്ക് തന്നെ തോന്നി കുറേ നാൾ പഠിക്കാം, അങ്ങനെ എനിക്ക് തന്നെ തോന്നി. അതുപോലെ ഞാനിവിടെ വന്നപ്പോൾ തന്നെ സാറ് എന്നോട് പറഞ്ഞായിരുന്നു, ഒരു 3 കൊല്ലം പഠിക്കണം, 2025 വരെ പഠിക്കണം, പഠിച്ചാൽ ഉറപ്പായിട്ടും കിട്ടുമെന്ന്. സാറ് പറഞ്ഞ പോലെ തന്നെ ഞാനിവിടെ ഒരുപാട് നാൾ നിന്നപ്പോഴത്തേക്ക് എനിക്ക് ആ റാങ്കിലേക്ക് എത്താൻ പറ്റി. നമുക്ക് ടോപ്പ് റാങ്കിലേക്ക് തന്നെ എത്താൻ പറ്റി. ഞാൻ ആദ്യം എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ, ഞാൻ സെൽഫ് സ്റ്റഡി ആയിരുന്നു. ഞാനിങ്ങനെ ക്ലാസ്സിൽ പോകും, ക്ലാസ് കേൾക്കും, എന്നിട്ട് ക്ലാസ് കഴിഞ്ഞ് നേരെ വീട്ടിൽ പോവാം. എന്നിട്ട് വീട്ടിൽ വന്ന് ചിലപ്പോൾ പഠിക്കും, ചിലപ്പോൾ പഠിക്കാതിരിക്കും, അങ്ങനെയൊക്കെ ആയിരുന്നു ആദ്യമൊക്കെ. ഞാൻ പാസ് ഔട്ട് ആയി കഴിഞ്ഞാൽ അടുത്ത ഇയർ തന്നെ ഞാൻ ഇങ്ങനെ PSCക്ക് പോകണം. അപ്പോൾ തുടക്കം എനിക്കിങ്ങനെ ഡെയിലി പഠിക്കാനൊക്കെ ഭയങ്കര മടിയൊക്കെ ആയിരുന്നു. പക്ഷേ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഞാൻ ആ ഒരു ട്രാക്കിലേക്ക് എത്തി കേട്ടോ, നന്നായി പഠിക്കാനുള്ള ഒരു ട്രാക്കിലേക്ക് എത്തി. പിന്നെ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു എക്സാംസ് ഒക്കെ കഴിഞ്ഞ് തേർഡ് ഗ്രേഡ് എക്സാം ഒക്കെ കഴിഞ്ഞ് ഞാനിങ്ങനെ കമ്പൈൻഡ് സ്റ്റഡിയിലേക്ക് പോയി തുടങ്ങി. കമ്പൈൻഡ് സ്റ്റഡി പോയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ശരിക്കും കമ്പൈൻഡ് സ്റ്റഡിയാണ് എനിക്ക് പറ്റുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ പഠിച്ചതിൽ കുറേ മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ പഠിച്ചതിൽ ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ട്. അത് ചിലതൊക്കെ എനിക്ക് പഠിക്കാൻ പാടുള്ളതൊക്കെ കൂട്ടുകാരൊക്കെ എനിക്ക് പറഞ്ഞു തന്നു, അങ്ങനെയൊക്കെ. പിന്നെ ടീച്ചേഴ്സ് ആയാലും നല്ല സപ്പോർട്ട് തന്നെയായിരുന്നു. അപ്പോൾ എനിക്കെപ്പോഴും കമ്പൈൻഡ് സ്റ്റഡി തന്നെ പഠിക്കാനാണ് എപ്പോഴും താല്പര്യം തോന്നിയിട്ടുള്ളത്. അതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ, ഫ്രണ്ട്സ് എല്ലാ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തരും. അതായത് നമുക്കൊരു മടിയില്ല. ഈവൻ ഞാനിപ്പോൾ പറഞ്ഞു കൊടുത്ത നമ്മളെക്കാളും നന്നായി പഠിക്കുമല്ലോ, അങ്ങനെയൊന്നും ഒരു വിചാരവുമില്ല. എല്ലാം പറഞ്ഞു തരും നമുക്ക്. ഒരു സ്വാർത്ഥതയില്ല ആർക്കും. നമ്മൾ പഠിച്ച് നമ്മുടെ അറിവ് എല്ലാവർക്കും ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമായിരുന്നു. അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. പിന്നെ അതുപോലെ തന്നെ സ്ട്രെസ്സ് കുറയുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞങ്ങൾ ക്ലാസ്സിൽ പോകും, നന്നായി പഠിക്കും, അതിൻ്റെ ഇടയിൽ വർത്താനം പറയും, അതെല്ലാം ഉണ്ട്. അപ്പോൾ നമുക്കൊരു സ്ട്രെസ്സും കുറവാണ്. ഒറ്റയ്ക്ക് പഠിക്കണ പോലെ അല്ല താനും, നന്നായി പഠിക്കാനും പറ്റുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ പഠിച്ച ബുക്ക് ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ഞാൻ ശരിക്കും പറഞ്ഞാൽ ഹോളിമാതയിൽ എല്ലാ റാങ്ക് ഫയലും പഠിച്ചിട്ടുണ്ട്. നമുക്ക് 4 റാങ്ക് ഫയലുണ്ട്. അതിൽ 4 റാങ്ക് ഫയൽ ഞാൻ കംപ്ലീറ്റ് പഠിച്ചിട്ടുണ്ട്. പിന്നെയാണെങ്കിൽ ടീച്ചേഴ്സ് തന്നെ നോട്ട് പഠിച്ചിട്ടുണ്ട്. പിന്നെയാണെങ്കിൽ ഞാൻ V4 സിവിലിൻ്റെ ഒരു ഓവർസിയർ ബുക്ക് പഠിച്ചിട്ടുണ്ട്. പിന്നെയാണെങ്കിൽ ഞാൻ ഇലക്ട്രോൺ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുള്ള ഒരു ബുക്കാണ് ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ, അത് ഫുള്ള് ചെയ്തിട്ടുണ്ട്. പിന്നെയാണെങ്കിൽ നിമി ടെസ്റ്റ് ഒന്ന് വായിച്ചിട്ടുണ്ട്. എല്ലാ സബ്ജക്റ്റും ഒന്ന് വായിച്ച് നോക്കിയിട്ടുള്ളൂ, ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിച്ചിട്ടൊന്നുമില്ല. ഇതിൽ എൻ്റെ ഒരു സ്റ്റഡി പ്ലാൻ എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ, ഞങ്ങൾ നേരെ ക്ലാസ്സിൽ പോകും. ക്ലാസ്സിൽ പോയി കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ നമ്മൾ ആ ഇലക്ട്രോൺ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അങ്ങ് ചെയ്യുകയാണ്. ഫസ്റ്റ് തന്നെ ആദ്യം തന്നെ അത് ചെയ്യും. അത് എഴുതി കഴിഞ്ഞിട്ട് അത് ഡിസ്കസ് ചെയ്യും. അപ്പം അത് നല്ല എഫക്റ്റീവ് ആയിരുന്നു. എനിക്ക് ഡെയിലി അങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല എഫക്റ്റീവ് ആയിരുന്നു. അപ്പോൾ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കാൻ പറ്റും. പിന്നെ എല്ലാ സബ്ജക്റ്റും തന്നെ നമുക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുന്നതോടെ തന്നെ എല്ലാ സബ്ജക്റ്റിനെ കുറിച്ച് ഒരു അറിവ് കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അതിൻ്റെ ഡിസ്കഷനൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഇവിടെ വീക്കിലി ഇവർ പഠിക്കാൻ തരുമല്ലോ, ടീച്ചേഴ്സൊക്കെ നമുക്ക് പഠിക്കാൻ സബ്ജക്റ്റ്, അതെടുത്ത് ഞങ്ങൾ വായിക്കും. അപ്പോൾ അതിൽ നമുക്ക് അറിയാത്ത കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയും. പിന്നെ ആണെങ്കിൽ ഇവിടെ കുറേ വീക്കിലി എക്സാംസ് നടത്തുന്നുണ്ട്. അപ്പോൾ ആ എക്സാംസ് ഒക്കെ എഴുതും. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഞങ്ങൾ അത് ഡിസ്കസ് ചെയ്യും, അതിലുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യും. അങ്ങനെ അപ്പോൾ അതൊക്കെ വളരെ എഫക്റ്റീവ് ആയിരുന്നു. ഇവിടുത്തെ എക്സാംസ് ഒക്കെ വളരെ നല്ലതായിരുന്നു. അതുകൊണ്ടൊക്കെ ഒരുപാട് പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെയാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം പോകാൻ നേരത്ത് ഞങ്ങൾ ഇലക്ട്രോൺ ചെയ്യുമായിരുന്നു. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ തന്നെ ഓർമ്മ. അപ്പോൾ ഒരു ദിവസം 2 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെ പോലും ഞങ്ങൾ ചെയ്ത് അത് ഡിസ്കസ് ചെയ്യുമായിരുന്നു. അത് ശരിക്കും എനിക്ക് എഫക്റ്റീവ് ആയിട്ടുണ്ട്. കാരണം ഞാൻ ആദ്യം ആയിട്ട് നോട്ട് മാത്രം പഠിച്ചപ്പോൾ നമുക്ക് എന്താ പറയുക, നമുക്ക് അത്ര ഒരു അറിവ് കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മൾ വിചാരിക്കും നമുക്ക് കുറേയൊക്കെ മനസ്സിലായിട്ടുണ്ടെന്നൊക്കെ കരുതും. പക്ഷേ നമ്മൾ ആ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴാണ് നമുക്ക് നമ്മൾ പഠിച്ചതിൽ കുറേ മിസ്റ്റേക്ക് വരേണ്ടത്, ഇങ്ങനെയാണ് എഴുതേണ്ടത് എന്നൊക്കെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോഴാണ് മനസ്സിലാവുന്നത്. അതായത് ക്വസ്റ്റ്യൻ ചെയ്താലാണ് നമ്മളെല്ലാം പഠിക്കുകയുള്ളൂ. നമ്മൾ ഒരിക്കലും ക്വസ്റ്റ്യൻ ചെയ്യാതെ ഒരു എക്സാമിന് പോയിട്ട് ഒരു കാര്യമില്ലെന്ന് എനിക്ക് അന്ന് മനസ്സിലായി. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ പല മിസ്റ്റേക്സും അതിൽ വരുന്നു. പിന്നെ അതുപോലെ തന്നെ പ്രധാനപ്പെട്ടാണ് നമുക്ക് ഷോർട്ട് നോട്ട് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ. ഷോർട്ട് നോട്ട് എന്ന് പറയുമ്പോൾ എൻ്റെ ഷോർട്ട് നോട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ, എനിക്ക് വാല്യൂസ് ഒക്കെ കുറിച്ച് പഠിക്കാൻ പാടായിരുന്നു. അപ്പോൾ എൻ്റെ ബുക്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാനാണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ ഇങ്ങനെ ഒരു ബുക്കിൻ്റെ നടുക്കൂടെ ലൈൻ വരച്ചിട്ട് ലെഫ്റ്റ് സൈഡിൽ ഇങ്ങനെ സെൻറ്റൻസ് എഴുതിയിട്ട് ആൻസർ റൈറ്റ് സൈഡിൽ വന്ന രീതിയിൽ, അതായത് വാല്യൂസ് ഉത്തരങ്ങൾ റൈറ്റ് സൈഡിൽ. പിന്നെ എനിക്ക് പഠിക്കാൻ പാടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ആ ഷോർട്ട് നോട്ടിലേക്ക് തന്നിട്ട് ആ ഷോർട്ട് നോട്ട് തന്നെ ഇരുന്ന് പഠിക്കുക. അപ്പോൾ എനിക്ക് പഠിക്കാൻ പാടുള്ള കാര്യങ്ങൾ വാല്യൂസും പഠിക്കുക. അതുകൊണ്ട് തന്നെ എനിക്ക് വാല്യൂസ് മറന്നു പോകാറില്ല. എനിക്ക് ഏത് വാല്യൂ എന്നോട് എപ്പോൾ ചോദിച്ചാലും എനിക്കത് പറയാൻ പറ്റും. കാരണം
ഞാൻ വാല്യൂസ് തന്നെ അതുപോലെ പഠിച്ചിട്ടുണ്ട്. ഏറ്റവും പാടുള്ള കാര്യം എനിക്കത് ഞാൻ അത് തന്നെ ഇരുന്ന് എപ്പോഴും പഠിക്കുമായിരുന്നു. ആ ഷോർട്ട് നോട്ട് എനിക്ക് പാടുള്ള കാര്യങ്ങളെല്ലാം ഞാൻ അങ്ങനെ ഇരുന്ന് വായിക്കും. അപ്പോൾ സാധാരണ നമ്മളൊരു ഹൈലൈറ്റർ ഉപയോഗിച്ച് ഇങ്ങനെ മാർക്ക് ചെയ്യും. പക്ഷെ ഞാൻ അങ്ങനെയല്ല. ഞാൻ പാടുള്ള കാര്യങ്ങളെല്ലാം വേറൊരു ബുക്കിലേക്ക് എഴുതും. അങ്ങനെ ഒരു ബുക്കുണ്ട് എനിക്ക് എല്ലാ സബ്ജക്റ്റിനും. അപ്പോൾ അതൊക്കെ എല്ലാവരും ചെയ്യാൻ നോക്കിയാൽ അത് വളരെ നല്ലതായിരിക്കും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമുക്ക് പാടുള്ള കാര്യങ്ങൾ മാത്രം ഇരുന്നാണ് ഞാൻ അപ്പോൾ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ പിന്നെ നമുക്കൊന്നും പാട് വരില്ല. നമുക്ക് എല്ലാം എളുപ്പമായിരിക്കും പിന്നെ. അങ്ങനെയുള്ള രീതിയിലാണ് ഞാൻ പഠിച്ചത്. പിന്നെ നമ്മൾ എപ്പോഴും പഠിക്കാൻ നേരത്ത് നമ്മൾ മിനിമം ഒരു കൊല്ലമെങ്കിലും പഠിക്കാനായിട്ട് ആയിരിക്കണം മറ്റേത്. നമ്മളിപ്പോൾ ഒരു 3 മാസം ക്ലാസ് എടുത്തു അങ്ങനെയൊന്നും അല്ല. നമ്മൾ ഒരു കൊല്ലമായാലും കുറഞ്ഞേ പഠിക്കേണ്ടി വരും. കാരണം നമ്മൾ ഇത്രയും വായിച്ചെത്തണമെങ്കിൽ തന്നെ നമുക്ക് നല്ല സമയം വേണം. പിന്നെ ഇതൊന്നും മറന്നു പോകാതിരിക്കണം. പിന്നെ കണ്ടിന്യൂസ് റിവിഷൻ നമുക്ക് വേണം. ഇതിനെല്ലാം നമുക്ക് സമയം വേണം. ഇപ്പോൾ ഓൺലൈനായി പഠിക്കുന്നവരാണെങ്കിൽ അവർ ഓഫ്ലൈൻ വരാൻ പറ്റുവാണെങ്കിൽ മാക്സിമം വരിക. വീട്ടിൽ സാമ്പത്തികമായിട്ട് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലെങ്കിൽ അവർ ഓഫ്ലൈൻ തന്നെ വന്ന് പഠിക്കണം എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. കാരണം ഓഫ്ലൈനിൽ വന്ന് നമ്മുടെ കമ്പൈൻ സ്റ്റഡിയിലൊക്കെ ഏർപ്പെടുമ്പോഴാണ് ബാക്കിയുള്ള പിള്ളേർ എങ്ങനെ പഠിക്കണമെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. നമ്മളിപ്പോൾ ഓൺലൈൻ ആണെങ്കിൽ ബാക്കിയുള്ള പിള്ളേർ എങ്ങനെ പഠിക്കും നമുക്ക് മനസ്സിലാവില്ല. നമ്മൾ ബാക്കിയുള്ള പിള്ളേരുടെ ഇതൊക്കെ മനസ്സിലാക്കണം ശരിക്കും പറഞ്ഞാൽ. കാരണം ഓരോരുത്തർ എങ്ങനെ പഠിക്കണം, ഓരോരുത്തരുടെ പഠന രീതി എങ്ങനെയാണ്, അതെല്ലാം നമ്മൾ അറിയണം. നമ്മൾ നേരിട്ട് കണ്ട് അറിയുമ്പോഴാണ് നമുക്കത് ശരിക്കും മനസ്സിലാവുള്ളൂ. എനിക്കതൊക്കെ ഇങ്ങനെ ഓഫ്ലൈനിൽ കൊണ്ട് വളരെ ഉപകാരമായിട്ട് തന്നെ തോന്നിയിട്ടുണ്ട്. പിന്നെ നമ്മളിപ്പോൾ 2 കൊല്ലമായാലും പഠിക്കാൻ നിൽക്കണം. നമ്മൾ ഒരിക്കലും ഇപ്പോൾ ഇത് എന്നെ കൊണ്ട് പറ്റില്ല എന്ന് കരുതി നമ്മൾ നിർത്തി പോകില്ല. നമ്മളിത് കിട്ടിയില്ലെങ്കിൽ ഒരു എക്സാം കിട്ടിയില്ലെങ്കിൽ നമ്മൾ അടുത്ത എക്സാം അത്രയാണ് വേണ്ടത്. അങ്ങനെ ഒരുപാട് പേരുണ്ട്. ഒരു എക്സാമിൽ നമുക്ക് ഏതെങ്കിലും ഒരു എക്സാമിന് മാർക്ക് കിട്ടും. അത് തീർച്ചയായിട്ടുള്ള കാര്യമാണ്. ഉറപ്പാണ് നമ്മൾ ഒരു എക്സാമിന് നമുക്ക് ജോലി കിട്ടിയിരിക്കും. 100% ഉറപ്പാണ്. കാരണം നമുക്കിപ്പോൾ എല്ലാ എക്സാമിനും നമുക്ക് പറ്റിയില്ലെങ്കിലും ഒരു എക്സാം ഏതെങ്കിലും ഒരു എക്സാം ഇപ്പോൾ നമ്മൾ 2 കൊല്ലം പഠിച്ചാൽ തീർച്ചയായിട്ടും നമ്മൾ എത്തും. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഞാൻ മൂവാറ്റിലാണ് പഠിക്കുന്നത്. അവിടെ ഉള്ളതിൽ ഇപ്പോൾ ഒരു 2 കൊല്ലം അല്ലെങ്കിൽ ഒരു 1.5 കൊല്ലമായിട്ട് പഠിക്കണേ ഒരു 95% പേർക്കും ജോലി കിട്ടാൻ പാകത്തിന് എല്ലാവരും ഏതെങ്കിലും ഒരു ലിസ്റ്റിലുണ്ട്. അതങ്ങനെയാണ് തീർച്ചയായിട്ടും. ഇപ്പോൾ ഓൺലൈനിൽ പഠിക്കുന്നവരാണെങ്കിൽ അവരുടെ സമയം കണ്ടെത്തി പഠിക്കണം. നമ്മൾ പഠിക്കാതിരിക്കില്ല. നമുക്ക് റിവിഷൻ അത്യാവശ്യമാണ്. ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ തന്നെ നമ്മളെല്ലാം കറക്റ്റായിട്ട് റിവിഷൻ വേണം. നമ്മളിപ്പോൾ റിവിഷൻ വേണം. ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തേ വേണം. ഇപ്പോൾ ഇവിടെ എക്സാം ഒക്കെ ഇടുന്നതുകൊണ്ട് ആ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോൾ അങ്ങനെ കുറേ കിട്ടുന്നുണ്ട്. അതൊക്കെ വളരെ യൂസ്ഫുൾ ആയിരുന്നു. പിന്നെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഹോളിമാതയുടെ ഒരു പ്രത്യേകതയാണ് ഇവിടെ നമുക്ക് എത്ര നാൾ വേണമെങ്കിലും പഠിക്കാം. അപ്പോൾ വേറെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയാൽ നമുക്കിപ്പോൾ ഒരു 6 മാസത്തെ കോഴ്സിനാണ് പോകണമെങ്കിൽ 6 മാസം കഴിഞ്ഞ് നമ്മൾ പറഞ്ഞു വിടും. ഇവിടെ നമുക്ക് അങ്ങനെ ഒരു ഇതില്ല. നമുക്ക് എത്ര നാൾ വേണമെങ്കിലും ഇങ്ങനെ പഠിക്കാം. അത് തന്നെ ഇവിടുത്തെ ഒരു വലിയ അഡ്വാൻറ്റേജ് ആണ്. പിന്നെ ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ടീച്ചേഴ്സിനെ നമുക്ക് ചോദിക്കാം. കാരണം നമ്മൾ ഓഫ്ലൈൻ തന്നെ പഠിക്കുന്നതുകൊണ്ട് നമുക്ക് എപ്പോഴും നേരിട്ട് ടീച്ചേഴ്സിനോട് ചോദിക്കാം. ടീച്ചേഴ്സ് ഇല്ലെങ്കിൽ നമുക്ക് സ്റ്റുഡൻസിനോട് ചോദിക്കാം. സ്റ്റുഡൻസ് അറിയുന്നവരുണ്ട് നന്നായിട്ട്. അതൊക്കെ വളരെ എനിക്ക് ഉപകാരമായിട്ട് തന്നെ തോന്നിയിട്ടുണ്ട്. അതൊക്കെ കാരണം തന്നെയാണ് ഞാനൊക്കെ ഇങ്ങനെ ലിസ്റ്റ് വന്നത്. പിന്നെയാണെങ്കിൽ നമുക്കിങ്ങനെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ എക്സാം ഒക്കെ മടുപ്പൊക്കെ നിൽക്കുമ്പോൾ ടീച്ചേഴ്സൊക്കെ ഭയങ്കര സപ്പോർട്ടാണ്. പേടിക്കേണ്ട, എക്സാംസ് വരും എന്നൊക്കെ എപ്പോഴും പറയും. നമ്മളിങ്ങനെ നമുക്കൊരു ധൈര്യം തരും. ഇപ്പോൾ സാറൊക്കെ ആയാലും എക്സാം വരും, നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങൾ പഠിക്കുക എന്നൊക്കെ പറയും. നമുക്കത് ഭയങ്കര ഒരു ധൈര്യമാണ് ശരിക്കും പറഞ്ഞാൽ. സാറിൻ്റെ മോട്ടിവേഷൻ, ടീച്ചർമാരായാലും നമുക്കിങ്ങനെ മോട്ടിവേഷൻ ഒക്കെ നമുക്കൊരു സെൽഫ് കോൺഫിഡൻസ് കിട്ടും. നമ്മൾ പോലും അറിയാതെ ഒരു സെൽഫ് കോൺഫിഡൻസ് ശരിക്കും കിട്ടുന്നുണ്ട് അതിൽ. അപ്പോൾ നമുക്കത് ഭയങ്കര ഒരു ആശ്വാസം തന്നെയായിരുന്നു എപ്പോഴും. എല്ലാവരും ഇങ്ങനെ കണ്ടിന്യൂസ് പഠിച്ചുകൊണ്ട് പോവാം. എപ്പോഴെങ്കിലും നമ്മുടെ ദിവസം വരും. എനിക്കതാണ് പറയാനുള്ളത്. ഇത്രയും നാൾ എനിക്ക് എല്ലാവിധ സപ്പോർട്ട് നൽകിയ എൻ്റെ ഫാമിലി, പിന്നെ ടീച്ചേഴ്സ്, പിന്നെ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവർക്കും ബിഗ് താങ്ക്സ് തന്നെ. പൊളിമാല അക്കാഡമിക്കും എൻ്റെ വക നന്ദിയുണ്ട്. താങ്ക് യു.